ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു ചാറ്റ് ഉണ്ടാക്കിയെടുക്കാവേ. അതിനായിട്ട് താണ്ട് ഇപ്പം ഈ നമ്മുടെ ഉത്സവ സീസണൊക്കെ അല്ലേ, ഇപ്പോൾ ഉത്സവത്തിൻ്റെയും പെരുന്നാളിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ കടകളിൽ കൂടെ പോയി കഴിയുമ്പോഴേ ഈ കാണുന്ന പൊരി കിട്ടുമല്ലോ. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക കേട്ടോ. ഇതിന് പൊരിയും തന്നെയാണോ എല്ലാ നാടുകളിലും പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഇതിന് പൊരിയെന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും ഉത്സവപ്പറമ്പിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ പൊരി. എന്നിട്ട് ഞാനത് പൊട്ടിച്ച് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അതിലേക്ക് ഒരു സവോളയുടെ പകുതിയും പിന്നെ ഒരു ചെറിയ തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ കാണുന്ന കുഞ്ഞ് മിക്സറുണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് അതേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ആലു ഭുജി അങ്ങനെ എന്തെങ്കിലും കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും പിന്നെ ചാറ്റ് മസാല ഇല്ലായിരുന്നു എൻ്റെ അടുത്ത്. അതിന് പകരമായിട്ട് ഒരിത്തിരി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് ഒരിച്ചിരി നാരങ്ങ, ഒരു പകുതി നാരങ്ങ വേണ്ട കേട്ടോ, ഇത് ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരിച്ചിരി നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുക. നമ്മുടെ ചാറ്റ് റെഡിയായിട്ടോ. അപ്പോൾ ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പും മുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടിക്ക് പകരം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോഴുണ്ടല്ലോ, ആ കഴിക്കണ നേരത്തെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഇത് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങ നീരിൻ്റെയും മല്ലിയിലയുടെയും സവോളയുടെയും തക്കാളിയുടെയൊക്കെ നീര് ഇറങ്ങിയിട്ട് നമ്മുടെ ഈ പൊരി അങ്ങ് ഭയങ്കര സോഫ്റ്റായി പോകും. അപ്പോൾ ഇതുണ്ടാക്കിയ പാടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പൊരിയുടെ ഒരു മുറുമുറാന്നുള്ള ആ ഒരു ഇതും വരും. പച്ചക്കറികളും എല്ലാം കൂടി ആയി കഴിയുമ്പോൾ മസാലയും ഒക്കെയും കൂടി ആയി കഴിയുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്നുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക കൂടി ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണേ. അപ്പോൾ ഈ പൊരി കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കാതെ പോകുന്നവരൊക്കെ ആണെങ്കിൽ ഇനി കണ്ടു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അങ്ങ് വാങ്ങിച്ചോട്ടോ. വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.